അത് ടീച്ചറെ, ഇപ്പൊ 2 ആഴ്ചയായിട്ട് നമ്മളിങ്ങനെ ബേസിക്സിൽ തന്നെ കിടന്ന് കളിക്കുകയാണല്ലോ. അപ്പൊ എനിക്കൊരു ചെറിയ സംശയം, ഞാനതൊന്ന് ചോദിക്കാലോ എന്ന് വിചാരിച്ചാ. ചോദിക്കട്ടെ, തനിക്ക് ഫോട്ടോഷോപ്പ് അറിയോ? ഇല്ല. ആ നാണുണ്ടോ തനിക്ക്? ഒരു ചെറുപ്പക്കാരന്റെ വിലപ്പെട്ട ജീവിതം വെച്ചിട്ടല്ലേ നിങ്ങൾ ഈ പന്താടിക്കൊണ്ടിരിക്കുന്നത്? അല്ല മനു, എന്റെ സിറ്റുവേഷൻ എന്ത് അങ്ങനെ. സിറ്റുവേഷൻ? നിങ്ങൾക്ക് മാത്രമല്ല സിറ്റുവേഷൻ. അപ്പൊ 2 ആഴ്ചയായിട്ട് എന്റെ സിറ്റുവേഷനോ? ഈ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാരെ ഇങ്ങനെ പറ്റിക്കുന്നത് അടിപൊളി പരിപാടി കേട്ടോ. ഇതിലും ഭേദം കക്കാൻ ഇറങ്ങിക്കൂടെ? സോറി, ഇനി ഞാൻ വരുന്നില്ല. വിചാരം ആ പാവത്തിന്റെ ജോലി കളഞ്ഞപ്പോ എനിക്ക് സമാധാനമായില്ലേ? പാവ അവളാ. ഞാൻ ഫോട്ടോഷോപ്പ് പഠിക്കാൻ വേണ്ടി അവളുടെ പിന്നാലെ കെഞ്ചി നടക്കായിരുന്നു. എന്നിട്ട് എന്ത് അഹങ്കാരത്തിലാണ് അവൾ എന്നോട് സംസാരിച്ചെന്നറിയോ? അവളുടെ കുഞ്ഞമ്മയുടെ ബേസിക്സ്. അതിപ്പോ മനോഹര, താൻ തന്നെ ഇപ്പോ എത്ര അഹങ്കാരത്തിലാ സംസാരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ താനൊരു പാവല്ലേ? ഈടോ പറയടോ താനൊരു പാവല്ലേ എന്ന്. കുറച്ച്. എന്നിട്ടാണോ ഈ മാതിരി തെമ്മാടിത്തരം കാണിക്കുന്നത്? ഇപ്പൊ അങ്ങോട്ട് ഫോട്ടോഷോപ്പ് പഠിച്ചില്ലെങ്കിൽ തന്നെ എന്താണോ പോലീസ് പിടിച്ചോ? എന്തോരം പ്രശ്നങ്ങൾ ആ കുട്ടിയുടെ വീട്ടിലുള്ളതെന്നറിയാവോ? ഈ ജോലിയായിരുന്നു ഒരേ ഒരു ആശ്വാസം. തന്നെയൊക്കെ ഉണ്ടല്ലോ, തന്നെയൊക്കെ ഫോട്ടോഷോപ്പ് പഠിക്കാൻ പറ്റി. അതല്ലേ ഈ ശ്രീജ എന്ന് പറയുന്ന കുട്ടിയുടെ വീട് എവിടെയാണ്? ആ പട്ടാളക്കാരൻ മോളാണ്. അത് ശ്രീജ അല്ല. ശ്രീജയുടെ വീടല്ലേ? ഞാൻ ശ്രീജനെ ഒന്ന് കാണാൻ. മോനിരിക്കേ. ആ കുറച്ച് വെള്ളം എടുക്കട്ടെ? ഏയ് വേണ്ട. ചായ? ഏയ് ഒന്നും വേണ്ട അമ്മേ. എന്നാ പിന്നെ അപ്പുറത്തെ കടയിൽ നിന്നേ മോനെ എനിക്കൊരു സോഡ വാങ്ങി തരുമോ? എനിക്കേ. അയ്യോ ആ ശ്രീജ, ഞാനൊരു സോറി പറയാൻ വന്നതാ. ഞാൻ കാരണം തനിക്ക് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. താൻ നാളെ തന്നെ ജോലിക്ക് വരണം പ്ലീസ്. അപ്പം ശരി, പോട്ടെ അമ്മ. മനു, ആ ഒരു ചായ കുടിച്ചിട്ട് പോവാം. എന്നാ രണ്ടാക്കിക്കോ. എനിക്കും. അച്ഛൻ മരിച്ചതിന് ശേഷമാണോ ഇങ്ങോട്ടേക്ക് വന്നത്? നിങ്ങൾ ചെന്നൈയിലായിരുന്നു അമ്മ പറഞ്ഞു. ആ, അച്ഛനുണ്ടായിരുന്നപ്പോൾ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് വീട്ടിലെന്നും ആഘോഷമായിരുന്നു. അച്ഛൻ ഇല്ലാണ്ടായപ്പോൾ ഇവരൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. പക്ഷേ കഥകളൊക്കെ ഒരർത്ഥത്തിൽ എല്ലാവരുടെയും ഒന്ന് തന്നെയാണോ? എന്ന് വെച്ചാൽ ഈ നാട്ടിൽ ബന്ധുക്കൾ മാത്രമല്ലല്ലോ, ചില നാട്ടുകാരും ഇല്ലേ? പ്രത്യേകിച്ച് ഈ ഫോട്ടോഷോപ്പൊക്കെ അറിയുന്ന ചില നാട്ടുകാർ. ആ, ഞാൻ പുറത്തിറങ്ങി. ആ, കാർഡ് എടുത്തു. ഇവിടെ അക്ഷയുടെ മുന്നിൽ തന്നെ ഉണ്ട്. എവിടെ? ആ, ഓക്കെ. ഞാനിന്ന് ഇല്ല കേട്ടോ. അമ്മയൊന്ന് വൈദ്യരെ കാണിക്കാൻ പോണം. ആ, പിന്നെ ഒരു ഗുഡ് ന്യൂസും ഒരു ബാഡ് ന്യൂസും ഉണ്ട്. എന്താ? ബാഡ് ന്യൂസ് ആദ്യം പറയാം. 3 സ്റ്റുഡൻസ് കൂടെ ഫോട്ടോഷോപ്പ് പഠിക്കാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച മുതൽ. ഇനി യൂട്യൂബ് പരിപാടി ഒന്നും നടക്കില്ല. എങ്ങനെയെങ്കിലും ഫോട്ടോഷോപ്പ് പഠിച്ചെടുത്തില്ലെങ്കിൽ എന്റെ ജോലി പോവും. അല്ല, അതിനിപ്പോ നമ്മളെന്താ ചെയ്യാ? അതല്ലേ ഗുഡ് ന്യൂസ്. അതിന് പറ്റിയ ഒരാളെ ദയവായിട്ട് എനിക്ക് കൊണ്ടുതാ. ആ, ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ഫോട്ടോഷോപ്പ് പഠിപ്പിച്ചു തരാൻ നാളെ ഏറ്റിരിക്കുക. ഇതാ കാർഡ്. ഇത് ഞാൻ പോയി ബുക്ക് ചെയ്തോളാം. ശ്രീ അമ്മയും കൂടി സമാധാനമായിട്ട് വന്നോ. ആ രാഹുൽ, ഇത് എനിക്ക് ഇവനെ അറിയാം. ഞങ്ങളെ ഫാമിലി ഫ്രണ്ട്സാ. ശ്രീയുടെ അച്ഛനും എന്റെ ഡാഡും നല്ല തിക് ഫ്രണ്ട്സാ. ഓൾമോസ്റ്റ് ഒരു ഫാമിലി പോലെ അല്ല ശ്രീ? അത് ശരി, നിങ്ങൾ തമ്മിൽ പരിചയം ഉണ്ടല്ലേ? എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കുക. ഞാൻ എന്റെ ബാഗ് ഒന്ന് എടുത്തിട്ട് വരട്ടെ. ഒന്ന് വിചാരിക്കരുത്, അച്ഛനില്ലാത്തൊരു സുന്ദരിക്കുട്ടി നല്ല കോരിച്ചൊരിയുന്ന മഴയത്ത് വീട്ടിലേക്ക് കയറി ഒന്ന് ചോദിക്കുക എന്നെ ഫോട്ടോഷോപ്പ് പഠിപ്പിക്കുമോ?
ഞാൻ പിന്നെ പഠിപ്പിച്ചു കൊടുക്കാതിരിക്കുമോ? ഞാനല്ലാതെ വേറെ ആരാ അവർക്ക് ഫോട്ടോഷോപ്പ് പഠിപ്പിക്കാൻ? ഇപ്പൊ വീട്ടിലാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കും. അപ്പോ നാളെ തൊട്ട് തുടങ്ങാനാ പ്ലാൻ. ഈ രാഹുൽ കഴിഞ്ഞ അനുഭവത്തിൽ ഇവന്റെ ഭാര്യയായിരുന്നു തോന്നുന്നു. ഇവൻ ഏത് പെണ്ണിനെ വളയ്ക്കാൻ നോക്കിയാലും അപ്പോൾ ഒരു എന്തെങ്കിലും ഉടക്കുന്നുണ്ട്. ഇവൻ ഈ ബാംഗ്ലൂരൊക്കെ ഉള്ളതല്ലേ, അവിടുത്തെ ഏതെങ്കിലും പെണ്ണിനെ കെട്ടി ഞാൻ തൊലഞ്ഞാൽ പോരെ. എന്തിനാണ് ഇവിടെ വന്ന് ഈ പാവത്തിന്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടാൻ വരണത്? അതെ, അവർക്കവിടെ ഈ മൾട്ടി കളർ ഓപ്സെറ്റ് പ്രിന്റിന്റെ ഒക്കെ വമ്പൻ സെറ്റപ്പ് അത്രേ. അവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും അവിടെ മടുത്തു. അവർക്കിപ്പോൾ ഇങ്ങോട്ട് വരണം, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഫ്ലെക്സ് യൂണിറ്റ് പ്ലാൻ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ മാർക്കറ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ തെണ്ടി ചെക്കനെ ഇങ്ങോട്ട് അയച്ചത്. അതിനവനെ സഹായിക്കാനാണ് മറ്റേ തെണ്ടിയും കൂടെ ഉള്ളത്. ഏത് തണ്ടി? ഇവന്റെ ആദ്യത്തെ പെണ്ണിനെ അടിച്ചോണ്ട് പോയില്ലേ ആ തെണ്ടി. നല്ല ബെസ്റ്റ് തണ്ടി. അവനെ നിങ്ങൾ അത്ര നിസ്സാരമായിട്ട് കാണണ്ട. അവൻ ഇന്നലെയും വന്ന ആ റൂമുകളുടെ ഫോട്ടോ എടുത്ത് ആർക്കൊക്കെ അയക്കുന്നുണ്ടായിരുന്നു. അവൻ കൊടുവാളാണ്ടാ, കൊടുവാള്. അവൻ എന്ത് വാളാണെങ്കിലും ശരി, ഈ ചിറ്റലഞ്ചേരിയിൽ ഒരു ഫ്ലെക്സ് യൂണിറ്റ് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് മനുവായിരിക്കും. പക്ഷെ അതിന് ആദ്യം അവന്റെ പ്ലാനുകൾ എന്താണെന്ന് നീ അറിയണം. അതിനുള്ള ബെസ്റ്റ് ചാൻസാണ് നിനക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ചാ അവന്റെ അടുത്ത് ഫോട്ടോഷോപ്പ് പഠിക്കാൻ ശ്രീജോന്റെ ഒപ്പം നീയും പോണം. ഞാൻ അവന്റെ അടുത്ത് ആ ഫോട്ടോഷോപ്പ് പഠിക്കാം. ആ എന്റെ പട്ടി പോകും. കേട്ടില്ലേ? ശ്രീജീവനെ ഇഷ്ടപ്പെട്ടാലും കുറ്റം പറയാൻ പറ്റില്ല. ഇതുപോലൊരു സെറ്റപ്പൊക്കെ കണ്ട ആരാ വേണ്ടെന്ന് പറയാം. അതെ, ഒരു താങ്ക്സ് ബാക്കിയുണ്ട് കേട്ടോ. മനുവിനെ കൂടെ കൂട്ടട്ടെ എന്ന് ഞാൻ ഇന്നലെ ചോദിച്ചപ്പോ ആദ്യം രാഹുൽ സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോഴാണ് ഓക്കെ ആയത്. താങ്ക്സ്. ആ ശ്രീജ, ആ വാ. അപ്പൊ തുടങ്ങിയല്ലേ ശ്രീ? ഒരു മിനിറ്റ്. ശ്രീ, ലോകത്തിന്ന് നിലവിലുള്ള ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഏറ്റവും പവർഫുൾ ആണ് ഫോട്ടോഷോപ്പ്. അതൊക്കെ ഇപ്പൊ ആർക്കും അറിയാത്ത എൻ്റെ രാവിലെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. എന്നാ പിന്നെ യൂഷ്വൽ സെലക്ഷൻ ടെക്നിക്കൽ ആയിട്ടുള്ള റെക്ടാംഗുലർ മാർക്കി ടൂൾ, ലാസോ ടൂൾ, മാഗ്നറ്റിക് ലാസോ ടൂൾ, പോളിഗണൽ മാജിക് വാണ്ട് ടൂൾ, ഓട്ടോ സെലക്ഷൻ ടൂൾ എന്നിവയുടെ സഹായമില്ലാതെ ഇമേജ് എഡിറ്റ് ചെയ്യാവുന്ന ചില അഡ്വാൻസ് ടെക്നിക്കുകളെ കുറിച്ച് പഠിച്ചാലോ? ഇത് നിന്റെ ചുമരുമ്പിൽ പെയിന്റ് അടിക്കുന്ന പോലത്തെ എളുപ്പമുള്ള പരിപാടി ഒന്നുമല്ല. കുറച്ച് ബുദ്ധി വേണം അല്ല ശ്രീ? നീ ആരാന്നാണ്ടാ നിന്റെ വിചാരം? ആരാന്നാണ്ടാ വിചാരം? കുറെ ടൂൾസിന്റെ പേരും പറഞ്ഞിട്ട് നീ എന്നെ അങ്ങോട്ട് പേടിപ്പിക്കാന്ന് വിചാരിച്ചോ? നിന്റെ ഈ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ആദ്യം കാണിക്കുന്ന ഒരു പേരുണ്ട്, സീതാരാമൻ. അയാൾ ആരാന്നറിയോ നിനക്ക്? അറിയണോ നിനക്ക്? നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണ്. അഡോബിൽ ജോയിൻ ചെയ്യുമ്പോൾ അയാൾ വെറും അസിസ്റ്റന്റാ. പക്ഷെ ഇപ്പോഴോ അതുപോലെ ഒന്നും ആയിട്ടില്ലല്ലോ. നീ ഓറാക്കല്ലേ ശ്രീജ. ഈ നാറി എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല. ഇവന്റെ വീട്ടില് ഫോട്ടോഷോപ്പ് നല്ല വെളിച്ചെണ്ണ വാങ്ങാൻ പോലും നീ വന്നു നാട്ടുകാരാണ് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ അപമാനം വേറെ ഉണ്ടാവില്ല. നമ്മൾ ഒരുമിച്ചല്ലേ ഇത് പഠിക്കാൻ തുടങ്ങിയ? നമുക്ക് ഒരുമിച്ച് തന്നെ ഇത് ശരിയാക്കാം. ശ്രീജ വാ. ശ്രീജ വാ. വിവരമുള്ളൊരു പറഞ്ഞൊരു കാര്യമുണ്ട്. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. മനസ്സിലായോ? അയ്യോ ശിവരാമേട്ട, 7 ലക്ഷം എന്ന് പറയുന്നത് തീരെ കുറഞ്ഞില്ലേ? ഞാനൊരു 10 കിട്ടുന്ന പ്രതീക്ഷ. മോനെ മനു, നിന്റെ വീടിന്റെ ഡോക്യുമെന്റ് വെച്ച് ഇത്ര എന്നെ പാസ്സാക്കിച്ച എന്റെ സ്വന്തം റിസ്കിലാ. ഇത് തന്നെ നിന്നെ കൊണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റുമെന്നാ എന്റെ പേടി. അയ്യോ അത് ഞാൻ ഐശ്വര്യമായിട്ട് കൗണ്ടറിൽ ചെന്ന് ക്യാഷ് കളക്ട് ചെയ്തു. ശരി. ബന്ധപ്പെട്ട വലിയൊരു ബിസിനസ്സുകാരൻ വരുന്നുണ്ട്. ഈ ഫോൺ വെക്കി ഞാൻ വിളിക്കാം. എന്താ പുതിയ അലുവിയാണ്? കടക്കുള്ള അഡ്വാൻസാ. മാമൻ പറഞ്ഞ പോലെ 2 ലക്ഷം തയ്ച്ചിട്ടുണ്ട്. നീ ഇത് എവിടുന്നാണ്ട് ഒപ്പിച്ചത്? സുമതിയേ, ആ ഷോക്കേസിലുള്ള ചാവി എടുത്തിട്ട് വാ. ഞാൻ റെന്റിന്റെ അഗ്രിമെന്റ് ആയിട്ട് വൈകുന്നേരത്ത് അങ്ങോട്ട് വരാം. പിന്നെ ഞാൻ കടയ്ക്ക് അഡ്വാൻസ് എന്ന കാര്യം മറ്റേ രാഹുലല്ലേ ആ ചെക്കൻ അവൻ്റെ അടുത്ത് പറയണ്ട. ഏയ്, ഞാനിത് ആരുടെ അടുത്തും പറയാൻ പോണില്ല. നീ ഇത് ആരുടെ അടുത്തും പറയില്ല. വമ്പം പരിപാടിയല്ലേ. ഈ സംഭവം നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് സുമതി ഭദ്രമായിട്ട് എടുത്തു വെച്ചോട്ടോ. തിരിച്ചു കൊടുക്കാനുള്ളതാണ്. കൊണ്ടുപോയി കളയാതെ സൂക്ഷിച്ചോ. ശരി. തിരിച്ചു തരാനുള്ളതല്ലേ? ശരി, വരട്ടെ. ഓ, ചായ കുടിക്കണ്ട. വേണ്ട. നന്നായി. മന്ദം പ്രകാരം ഞാൻ നന്നായി കൂടാ. നീയാക്കെന്തോ വാശിയുള്ള പോലെ തൂമക്കണം. വണ്ടി സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ അതിന്റെ സംവിധാനം എവിടാ? എനിക്കറിയാം. കേറിക്കോ.
ആരെങ്കിലും വിളിച്ച് ടെക്സ്റ്റൈലുകാരെ സാധനമൊക്കെ മാറ്റിച്ച് അവരെ കൊണ്ട് ഇന്ന് തന്നെ തൂപ്പിച്ച് വൃത്തിയാക്കി എടുക്കാം. ടെസ്റ്റ് അലർജിയാ. നീ പൂണ്ടോ ഞാൻ പുറത്തു. സെലക്ട് ചെയ്താ ഈ എഫക്ട് വേണ്ട വേണ്ട മറ്റേ ചെയ്യണമെങ്കിൽ ഹിസ്റ്ററി പോയിട്ട് പഴയത് സെലക്ട് ചെയ്താൽ മതി. ഐശ്വര്യ പോരില്ലേ ചുമ്മാ കേട്ടത് ഇതേത് എഫക്റ്റാ? ഈ എഫക്ട്. ആ മനു എങ്ങനെയുണ്ട്? രാഹുൽ ചെയ്തതാ. ഈ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന എഫക്റ്റ് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആർക്കും പറ്റും. കമ്പ്യൂട്ടറിലുള്ളതല്ലാതെ പിന്നെ അന്യഗ്രഹത്തിൽ നിന്ന് കൊണ്ടൊന്ന് ചെയ്യാൻ പറ്റും. പിന്നെന്താ, അന്യഗ്രഹത്തിൽ നിന്ന് തന്നെ കൊണ്ടുവരാൻ പറ്റും. നമുക്കൊരു അവസരം തരൂ. എന്നാ ചെയ്. വന്നേ. പോരാ. കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞോ? വാ. എങ്ങനെയുണ്ട് സംഭവം? കൊള്ളാം. നമ്മളിവിടെ ഒരു പ്രിന്റിംഗ് യൂണിറ്റ് തുടങ്ങുന്നുണ്ട്. അവിടെ കുറച്ച് പിള്ളേരെ ഡിസൈനിങ്ങിന് വെക്കുന്നുണ്ട്. നീ വേണം വന്നോടാ. ഓ വേണമെന്നില്ലടാ. ഞാനും ഒരു പ്രിന്റിംഗ് യൂണിറ്റ് തുടങ്ങാൻ പോവാ. നമ്മുടെ പ്രഭാകർ മാമയുടെ കടയില്ലേ, ഞാനതിന് അഡ്വാൻസ് കൊടുത്തു. ഒരു ഓൾ ദ ബെസ്റ്റ് പറ രാഹുലെ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഞാൻ ചെല്ലട്ടെ, കടയുടെ കുറച്ച് കാര്യങ്ങളുണ്ട്. പോട്ടെ ശ്രീ.